പാളിപ്പോയ ഒരു ഹോം മെയ്ഡ് പിസ്സ പരീക്ഷണം. അതാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇൻസ്റ്റയിലെ ഒരു റീലിൽ നിന്നായിരുന്നു കേട്ടോ ഈ പരീക്ഷണങ്ങളുടെയൊക്കെ തുടക്കം. അവർ നല്ല അടിപൊളിയായിട്ടാണ് ബ്രെഡ് മുറിച്ചത്. പക്ഷെ ഞാൻ മുറിച്ച് വന്നപ്പോഴേക്കും എലി കരണ്ട പോലെ ആയിപ്പോയി. ഒരു പാനിൽ അല്പം നെയ്യിട്ടിട്ട് അതിൻ്റെ മേലെ ബ്രെഡ് ഇതേ ഇങ്ങനെ ഒരു വട്ടത്തിൽ വയ്ക്കുക, എന്നിട്ടൊന്ന് മുറിച്ചെടുക്കുക. ഇതായിരുന്നു അവർ കാണിച്ചത്. പക്ഷേ എനിക്ക് അങ്ങനെ വട്ടം വന്നില്ല. ബേസിന് വേണ്ടിയിട്ട് ഒരു 2 മുട്ട നല്ലോണം ബീറ്റ് ചെയ്തത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. അവർ നല്ല വട്ടത്തിൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് പാനിലാട്ടോ ഇത് ചെയ്തത്. ഞാൻ പക്ഷേ ദോശത്തവേ ചെയ്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ അത് കറക്റ്റായിട്ട് വരാഞ്ഞ്. പിന്നെ പിസ്സ സോസിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസിനകത്തേക്ക് ഇതുപോലെ ബട്ടറും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അതൊരു പേസ്റ്റ് പരുവത്തിലാക്കി. എന്നിട്ട് അതിങ്ങനെ ബ്രെഡിൻ്റെ മേലെ നമ്മൾ മൊത്തം തേച്ച് വെച്ചു. നെക്സ്റ്റ് നമുക്ക് വെജിറ്റബിൾസ് സ്പ്രെഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാപ്സിക്കം കുറച്ചെടുത്തു, പിന്നെ അണിയൻ അതും ഒരു ചെറുത്, രണ്ടും ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞിട്ട് നമ്മൾ അതെല്ലാം ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു. പിന്നെ ചിക്കൻ കുറച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അത് മിൻസ് ചെയ്ത് അതും സ്പ്രെഡ് ചെയ്തു. അതിനുശേഷം ഓംലെറ്റിൻ്റെ എക്സ്ട്രാ വരുന്ന ആ ഭാഗം നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്തു. എന്നിട്ട് നമുക്ക് ഇതിനെ മൊത്തത്തിലൊന്ന് മറിച്ചിടാൻ വേണ്ടിയിട്ടാണ്. അത് ശരിക്കും കറക്റ്റ് വട്ടത്തിൽ വരേണ്ടതായിരുന്നു, നമ്മൾ ദോശത്താവ് ഉപയോഗിച്ചുകൊണ്ട് വന്നില്ല. എന്നിട്ട് ഇത് നമ്മൾ നേരെ മറിച്ചിട്ടു. അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് പിസ്സ റെഡി ആയിട്ടുണ്ട്. എനിക്ക് പാളിപ്പോയത് 2 ഇടത്താണ്. ഒന്ന് ബട്ടറിന് പകരം ചീസായിരുന്നു യൂസ് ചെയ്യേണ്ടത്, അതൊന്ന് മാറിപ്പോയി. പിന്നെ അതുപോലെ കറക്റ്റ് വട്ടം വന്നില്ല. പക്ഷേ സംഭവം അത്ര മോശമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പപ്പയ്ക്കും അമ്മയ്ക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നല്ല, പക്ഷെ അവർക്ക് വരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.